ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വാക്യൊക്കെ ഉണ്ട് കേട്ടോ. നിധി ഓൾറെഡി നമ്മുടെ കിളിക്കൂട്ടിലെ ആൺകിളികളെ നന്നായിട്ട് മാറ്റിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നല്ല ശീലങ്ങളൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധി വരെ അവൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനെല്ലാം കൂടുതൽ മുറുക്കം കൂടാണ്. കാരണം എന്താണ്, നിധിയും സുധീഷും ഫേക്ക് മാരേജ് ആണല്ലോ നടത്തിയത്. അതിപ്പം എല്ലാവരും അറിയുകയും ചെയ്തു. ഇനിയിപ്പോൾ അവരെല്ലാവരും കൂടെ അവളെ അവിടെ പിടിച്ചു വെക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ അവളെ അനുസരിക്കാനുള്ളൊരു സൂചനയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു മികച്ച എക്സാമ്പിൾ ആണ് നമ്മുടെ ഭാസ്കരൻ മുറ്റടിച്ചിടാൻ പോകുന്നത്. മുറ്റമെല്ലാം തുപ്പിയും സിഗരറ്റ് വേസ്റ്റ് കളഞ്ഞും ഒക്കെ വൃത്തികേടാക്കുന്ന ആളാണല്ലോ ഭാസ്കരൻ. അപ്പൊ ഭാസ്കരൻ നമ്മുടെ മുറ്റം വൃത്തിയാക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ച കാര്യമാണോ? അതെല്ലാം നടന്നത് നിധി ഇവിടുന്ന് പോകും എന്നറിഞ്ഞിട്ടാണ്. പെണ്ണ് വാഴാത്തൊരു വീട്ടിൽ പെണ്ണിനെ കൊണ്ടുവന്ന് അവള് കാരണം ഒരു മാറ്റം വരാന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ബാക്കിയുള്ളവർക്കൊക്കെ അവളവിടെ പിടിച്ചു വെക്കണം എന്നുണ്ട്. പക്ഷെ അവള് നിൽക്കില്ലല്ലോ, അവളോട് പറയാനും പറ്റില്ലല്ലോ. നികേഷ് ആണെങ്കിൽ നിധിയുമായിട്ട് കുറച്ചുകൂടെ കൂട്ടാണ്. അപ്പൊ അവൻ അവളോട് ചോദിക്കുകയാണ്, ഏടത്തേക്ക് പോകാതിരുന്നൂടെ? ഏടത്തി ഇവിടെ വന്നപ്പോൾ എനിക്കൊരു അമ്മ വന്ന ഫീലായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ നിധിക്ക് ആകെ അങ്ങ് മനസ്സ് വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട് പോവാതിരുന്നാലോ എന്നുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ സുധീഷ് മനസ്സ് തുറന്നിട്ട് നികേഷിനോടും അരീഷിനോടും സുഭാഷിനോടും കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിധിക്കിതൊരു ഫേക്ക് മാരേജ് ആയിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ അവളെ കാലങ്ങളായിട്ട് മനസ്സ് കൊണ്ട് നടക്കുകയാണെന്ന്. അവളില്ലാതെ എനിക്ക് പറ്റില്ല. എൻ്റെ ലൈഫിലും അവൾ എൻ്റെ ഭാര്യയായിട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇതെല്ലാം കേട്ടിട്ട് അവരൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തെങ്കിലും നിധി മാറും എന്നുള്ളത്. അവളും ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇനിയിപ്പോൾ ഈ കാരണം കൊണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യം, എന്നോട് മിണ്ടില്ലേ. പക്ഷെ തലേ ദിവസം രാത്രി എല്ലാവരും കൂടെ അത്രയും വിഷമത്തിൽ കിടക്കുമ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട് 3 അനിയന്മാരോടും, നമ്മൾ ഒരിക്കലും നിധിയോട് മോശമായിട്ടോ അല്ലെങ്കിൽ അരുതാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഒരിക്കലും അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് പുഞ്ചിരി വരണം. അല്ലാതെ ഒരിക്കലും നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ഒരു മടുപ്പോ ഒന്നും തോന്നരുത്. അവൾ ഉള്ളിടത്തോളം കാലം നമ്മൾ അവളെ ഹാപ്പി ആയിട്ട് വെക്കാനാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ അനിയന്മാർക്ക് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. നിധി എന്ന പെൺകുട്ടി കാരണം ആ വീട് മാറി മറിയാണെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണല്ലോ. എന്തായാലും വലിയൊരു മാറ്റത്തിന് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ അടുത്ത വിശേഷങ്ങൾ അറിയാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.